ഇത് വാങ്ങിക്കുമ്പോൾ പോകുമ്പോൾ സ്റ്റാൻഡ് വാങ്ങിക്കാൻ നോക്കിയേട്ടാ. ഞാനിപ്പം നിൽക്കുന്നത് ഇവിടെ ശ്രീനഗറിൽ ബെനിയാം എന്ന് പറയുന്ന ബെമീന എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് 2 മലയാളീസ് ചേട്ടന്മാരെ കിട്ടി. എല്ലാവരെയും കണ്ടു. അങ്ങനെ പുള്ളി ഇങ്ങനെ വിളിച്ചിട്ട് നമ്മളിവിടെ വന്നു. ഇവിടുത്തെ ആഹാരവും ഇവിടുത്തെ അവരുടെ ജീവിത രീതിയും അവരുടെ ഡ്യൂട്ടി എങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അത് വേറൊരു എക്സ്പീരിയൻസ് തന്നെ. നമുക്ക് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും തോന്നല്ല. അവർ നല്ല രീതിയിൽ സ്ട്രഗിളൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഇവർ ചേട്ടൻ ട്രിവാൻഡ്രത്തും ചേട്ടൻ കൊല്ലത്തുമാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ശ്രീനഗർ ലാൽ ചൗക്കിലാണ്. ലാൽ ചൗക്കിലെ രാത്രി കാഴ്ചയാണ്. ഇപ്പോൾ സമയം ഒരു 9 മണി കഴിഞ്ഞാണ്. ഇവിടെ കടകളൊക്കെ ക്ലോസ് ആയി. കടകളൊക്കെ 9 മണിക്ക് ക്ലോസ് ആവും. എല്ലായിടും CRPF എല്ലാം ഉണ്ട്. CRPFിൻ്റെ ഫുൾ പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ ഇവിടുത്തെ പോലീസുണ്ട്. CRPF ഉണ്ട് ഇവിടെ എപ്പോഴും. സീനില്ല. ആണ് ജമ്മുവിൽ ഞങ്ങൾക്കിതാ ഒറ്റയ്ക്കാണ് നടക്കുന്നത്. ഇവിടെ കഴിക്കാൻ വേണ്ടി വന്ന്, പക്ഷെ ഇവിടെ കഴിക്കാൻ ഹോട്ടലൊക്കെ അടച്ചു. പിന്നെ ഞാൻ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ച് പോവാന്ന് വിചാരിച്ചു. ഞാനിപ്പം ഇവിടെ നിന്നാലും താമസിച്ച ഇവിടെ മുമ്പ് താമസിച്ച സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ഒന്ന് ശ്രീനഗർ വന്നപ്പോൾ താമസിച്ചത്. അങ്ങനെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമുക്ക് പോകേണ്ട നേരെയാണ്. ഓക്കെ, ഇനി ഈ കാറ്റിൻ്റെ സൗണ്ടൊക്കെ കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ മാക്സിമം. പിന്നെ എൻ്റെ സൗണ്ട് കൂടുതലായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടൊരു മൈക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ പോകാൻ പറ്റില്ല. അപ്പോൾ ഇനി വളഞ്ഞ് തിരിഞ്ഞൊക്കെ പോകാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഞാനിപ്പോൾ പോകാൻ പോണത് കശ്മീരിലെ തന്നെ ഇത്തിരി പ്രശ്നം പിടിച്ചൊരു ഏരിയയിലാണ്. നിങ്ങളെ പേടിപ്പിക്കാൻ അല്ലെങ്കിൽ ഞാൻ വലിയ ഇതാക്കാനൊന്നുമല്ല പറയണത്. ഞാൻ അധികം ആരും പോകാത്ത സ്ഥലത്തൂടെ നമ്മൾ കശ്മീരിൻ്റെ കുറേ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കുറച്ച് ഉള്ളിലോട്ട് പോയാൽ കാണാൻ പറ്റും. അത് നമ്മൾ അവിടെ പോയാലേ അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ ഒരു ഫീൽ എങ്ങനെയാണ്. നമ്മൾ ഈ ന്യൂസിൽ കാണുന്നതൊന്നും അല്ല കേട്ടോ കാശ്മീർ. ഇവിടെ വലിയ സീനൊന്നുമില്ല. പിന്നെ നിങ്ങൾ എവിടെ തിരിഞ്ഞാലും CRPFും പോലീസും ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വിഷയവും വരാൻ പോണില്ല. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രീനഗറിൽ നിന്ന് ഓൾഡ് എയർപോർട്ട് റോഡ് പോകുന്ന റോഡാണ്. ഇവിടെ ഭയങ്കര ബ്ലോക്ക്. ഇവിടെ NH പണി നടക്കുന്നതുകൊണ്ട് രക്ഷയില്ല. ജമ്മു കാശ്മീരിൽ ബ്ലോക്ക് കാണാത്തവരിതാ കണ്ടോ. അപ്പുറ സൈഡ് വലിയ സീനില്ല, പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാർ. അങ്ങനെ ഇവിടെ ഉള്ളവരാ. അവർ പെട്രോളൊക്കെ അടിച്ചിട്ട് അവർ പേര് എവിടുന്ന കർണാടകയാണോന്നാണ് ചോദിച്ചത്. കേല് കണ്ടിട്ട് ठीक है. ജമ്മുവിൽ ഭയങ്കര ചൂട്. ശ്രീനഗറിൽ ചൂട് മാത്രമല്ല, ഇവിടെ ഭയങ്കര ബ്ലോക്ക്. എങ്ങോട്ട് പോകണമെങ്കിലും ഭയങ്കര ബ്ലോക്ക്, ഒരു രക്ഷയില്ലാത്ത ബ്ലോക്ക്. ഇതേപോലെ ഇതൊക്കെ അടച്ചു വെച്ചിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനുള്ള സ്ഥലമൊക്കെ. പിന്നെ ഇതേപോലെ കുറേ എണ്ണം റോങ് വേ കയറി വരും. ഞാനിപ്പോൾ ഈ പോകുന്നത് നൗഷര എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഷോപ്പിയാനൊക്കെ കഴിഞ്ഞ് അടിപൊളി സ്ഥലമാണ്. ഈ റൂട്ടാണ് കാണിക്കണം. നമുക്ക് അവിടെ പോയിട്ട് എനിക്കൊരു വലിയ വേണ്ടപ്പെട്ട ഒരാളെ കാണാനാണ് ഞാൻ പോണത്. അവിടെ എനിക്ക് അത്രയും വേണ്ടപ്പെട്ട
ആളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്ര റിസ്ക് എടുത്ത് പോകണം. എനിക്ക് ഒരു വിഷയമില്ല, പുള്ളിയെ കണ്ടിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ. പോകുന്നത് പുൽവാമ റോഡാണ്. ഇവിടുന്ന് പുൽവാമയ്ക്ക് എത്ര കിലോമീറ്റർ കാണിച്ചു നോക്കിയില്ല. ഇവിടുന്ന് എനിക്ക് പോകാനുള്ള സ്ഥലത്തേക്ക് 206 കിലോമീറ്റർ ഉണ്ട്. നൗഷാര എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. ഞാൻ പറയണത് വ്യക്തമായിട്ട് കേൾക്കാമെന്ന് വിചാരിക്കണം. കാര്യം ഞാൻ ഇത് ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യണേ ഉള്ളൂ, അതായത് മൈക്ക് വെച്ചിട്ട്. എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ വിൻഡ് നോയ്സ് കുറവായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നെക്കൊണ്ട് മാക്സിമം പറ്റണം ഞാൻ ചെയ്യണുണ്ട്. ഇവിടുന്ന് ചെയിൻ ലൂബ് പഠിക്കണമായിരുന്നു. ജമ്മുവിനകത്തൂടെ പോകുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇവിടെ ഫുള്ള് കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ വീടുകളൊക്കെ കാണാൻ പ്രത്യേക ഭംഗിയാണ് കേട്ടോ. 3 നിലയൊക്കെ ഉണ്ടെങ്കിൽ നൈസായിട്ടാണ് അവന്മാർ പണി ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ മഞ്ഞ് വീണ സ്ഥലമാണ്. ഇപ്പം ചൂടാണെന്നേ ഉള്ളൂ. ഇപ്പം നല്ല ചൂടാണ് ഇവിടെ. ഒരു മാസം കൂടെ കഴിഞ്ഞാൽ അങ്ങോട്ട് നല്ല തണുപ്പ് അങ്ങോട്ട് തുടങ്ങും. ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് ഇത് ആദ്യമായിട്ടാണ് ഇത്രയും ചൂട് ഇവിടെ അനുഭവപ്പെടണമെന്നാണ് പറയുന്നത്. ഇവിടെ എല്ലാം ഇങ്ങനെ മുടുക്ക് വഴി ഇങ്ങനെ കയറി പോവുക. ഇപ്പം ഞാൻ നിൽക്കുന്നത് ബഡ്ഗാം എന്ന് പറയുന്ന സ്ഥലമാണ്. ഞാൻ അന്ന് നമ്മളെ ചേട്ടനെ കണ്ട സ്ഥലം ബഡ്ഗാം CRPF. ഇപ്പോൾ ഞാൻ പുള്ളിയെ വിളിച്ചില്ല. എപ്പോഴും വിളിച്ച് പുള്ളിയെ ശല്യം ചെയ്യണം ശരിയല്ലല്ലോ. പുള്ളിയുടെ ഡ്യൂട്ടിയിലായിരിക്കും. ഇവിടെ അടുത്തെവിടെയാണ് പുള്ളി ഇതേപോലെ ഡ്യൂട്ടിക്ക് നിൽക്കണം. ഭാഗ്യമുണ്ടെങ്കിൽ പോണ വഴിക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം. ഇവിടെ ഡിസ്ട്രിക്റ്റ് പുൽവാമയിലേക്കായി. അവിടെ ബോർഡ് വെച്ചിരിക്കണുണ്ട്, വെൽക്കം ടു ഡിസ്ട്രിക്ट पुलवामा എന്നും പറഞ്ഞു. അപ്പോൾ भी देख रहे हैं ये पुलवामा डिस्ट्रिक्ट है. मैं अभी पहुंच गया है पुलवामा में. ये पुलवामा के अंदर की कायचा. हेलो भैया, मिनरल वाटर है? मिनरल वाटर. അയ്യോ, നല്ല ചൂടാണ്. हाँ मिनरल वाटर बस. कितना का? राजौरी पहुंचने में कितना देर लगेगा चाचा? राजौरी पहुंचने में कितना देर लगेगा? राजौरी बहुत दूर है. बहुत दूर है. इधर से जाता है ना? और शुपियाना और ये मगरोड ये चलेगा. हाँ हाँ वो शुपियाना ऊपर है. ठीक है ठीक है. നമ്മളിവിടുന്ന് പുൽവാമ കഴിഞ്ഞ് പിന്നെ ഷോപ്പിയാൻ കയറിയിട്ടാണ് പിന്നെ പോകുന്നത്. ഈ ഷോപ്പിയാൻ എന്ന് പറയുന്ന സ്ഥലമൊക്കെയാണ് പുൽവാമ നിങ്ങൾ അറ്റാക്ക് കേട്ടിട്ടില്ലേ? നമ്മളെ എത്ര 400 എത്ര CRPF ജവാന്മാർ മരിച്ച സ്ഥലമാണ് ഈ പുൽവാമ അറ്റാക്ക്. അവരെ കോൺവോയ്ക്ക് പിറകിൽ വന്ന് മറ്റേ ശരിക്കും ഇൻസിഡൻറ്റ് അങ്ങനെയൊന്നുമല്ല, എന്നാലും അതാണെന്ന് പറയുന്നുണ്ട്. എത്ര പേര് ലീവ് കഴിഞ്ഞ് വന്നതാണ് അവർ ജോലിക്ക് വേണ്ടിയിട്ട്. വീട്ടിൽ ഞാൻ പോയി വരാം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വന്നത്. അവരെയൊക്കെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ, അവരുടെ വീട്ടുകാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അവരെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ്
എന്നിട്ട് നമുക്കാർക്കും ഒരു വിലയില്ല. നാട്ടിലെ അങ്ങനെയാണ് അവരുടെ അടുത്ത് പെരുമാറുന്നത്. CRPF ആയിരുന്നാലും പട്ടാളമായിരുന്നാലും അവരുടെ അടുത്ത് അതിനെ ഫോഴ്സ് വർക്ക് ചെയ്യണ ആൾക്കൊരു റെസ്പെക്റ്റ് ഇല്ല അവിടെ. അവരെന്തുമാത്രം ത്യാഗം ചെയ്ത് സഹിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. ഇത് വെറുതെ ഞാൻ പറയുന്നതൊന്നുമല്ല, ഇവിടെ വരുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അവരെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ. എനിക്ക് വെറുതെ അവരെ പൊക്കിയിട്ട് വലിയ കാര്യമൊന്നും കിട്ടാനില്ല. ഞാൻ പറയുന്നത് അവരുടെ ഒരു ശരിക്കുള്ളൊരു അവസ്ഥയാണ്. ചിലയിടത്ത് റേഞ്ച് പോലും ഇല്ലാത്തടത്താണ് അവരൊക്കെ ഡ്യൂട്ടി ചെയ്യണം. വീട്ടിൽ വിളിക്കാൻ പോലും പറ്റില്ല. അല്ല ചോദിക്കുക, നമ്മൾ 1-2 ദിവസം വന്ന് പോകുന്നു, അവർ കാലങ്ങളായിട്ടും വർഷങ്ങളായിട്ടും ഇവിടെ നിൽക്കുക. അതിൽ1 മാസത്തെ വല്ല ലീവിന് പോയാൽ പോയി, അതും കിട്ടിയ ഭാഗ്യം. നൗഗാം പുൽവാമ റോഡാണിത്. നൗഗാം ഉണ്ടല്ലേ? ഇത് മനോഹരമായ കാഴ്ച. ഈ മരങ്ങളൊക്കെ ഇങ്ങനെ നട്ട് പിടിപ്പിച്ച് ഇങ്ങനെ, ഇതൊക്കെ ഇങ്ങനെ കുന്നും പ്രദേശം പോലെയാണ്. ഈ സൈഡ് കണ്ടില്ലേ കൃഷി. കശ്മീരിൽ നല്ല കൃഷിയുണ്ട് കേട്ടോ, നമ്മൾ വിചാരിക്കണ പോലൊന്നുമില്ല. അവർ മറ്റേ ബാസ്മതി റൈസിൻ്റെ ആയിരിക്കണം കൂടുതൽ. പിന്നെ ഇത് അന്ന് ഇതിൻ്റെ ഇത് ഗ്രീൻ ആപ്പിളാ. കണ്ടില്ല അതിൽ ഗ്രീൻ ആപ്പിൾ വയ്ക്കുന്ന കണ്ട ഗ്രീൻ ആപ്പിളാ. ആപ്പിള് കണ്ടില്ലേ? ആപ്പിള് രക്ഷയില്ല കേട്ടാ. भैया ये एप्पल का है ना? हाँ एप्पल का है। अच्छा, ये पूरा एप्पल का है? ये एप्पल का है सारा, ऊपर बादाम होता है। अच्छा, ये पूरा बादाम का है। अच्छा, जा सकते हो ऊपर वहाँ से देख के नजर रखना। अच्छा नहीं, मैं अभी रजौरी जा रहा है। राजौरी जा रहा है? हाँ पानी में गए? नहीं भैया, अभी जा रहा है। ठीक है भैया, ठीक है। के लिए कुछ नहीं चलो कोई बात नहीं। नहीं देते हैं। नहीं हम सब, मैं केरला से। केरला से? हाँ इसी पे आए हो वहाँ से? हाँ। मस्त है, बड़ा मजा होगा। पी लो पानी, पी लो। ठीक है ठीक है ठीक है। जाओ, अगर ऊपर जाओगे नजर एक मार के आगे। सेब का पेड़ है वहाँ, बादाम पूरा बादाम का है। अच्छा, अच्छा बड़े पेड़ छोटे नीचे से। थैंक यू भैया। अकेले आ रहे हो? हाँ अकेले। ग्रुप में आना था। अभी होगी? नहीं पी लो। अरे बाइक पे नहीं भैया, अभी मैं पानी लेके पिया था अभी। बहुत ही गर्मी है इधर। मैं कश्मीर में सोचा बहुत बर्फ मिलेगा। आज नहीं है, वैसे ठंड है लेकिन आपको फिर दूर जाना है कुछ अलग। नहीं, मैंने सोचा इधर आएगा तो ठंड मिलेगा। मतलब असल में ये सिटी का ही है, ये जो हाँ नहीं आते श्रीनगर और पुलवामा। अच्छा हाँ हाँ आपको थोड़ा ऊपर जाना है, हाँ। आपको मिल जाएंगे वो पहाड़ भी, बर्फ भी मिल जाएगी बहुत। अच्छा आगे जाएगा तो। अच्छा, इधर सभी कैसा है? ये प्लेन साइड है ना, यहाँ गर्मी होती है सर। गर्मी नहीं हम लोग 2-3 महीने होते हैं। नहीं भैया, हम लोग पूरा टीवी में सुनता है ना, ये कश्मीर में ऐसे चलता है। नहीं, इधर आ गया तो कोई प्रॉब्लम कुछ नहीं है। प्रॉब्लम पूरा न्यूज़ में लफड़ा दिखा रहा है ना। वो मैट्रिक्स हाँ मैट्रिक्स अटैक कसम से झूठ, उससे सब कुछ एक। नहीं, इधर का लोग भी अच्छा है। बात नहीं, न्यूज़ में सभी दिखा रहा है, बकवास दिखा रहा है। अपने रीजंस देने होते हैं जो इसीलिए कोई लोग इधर तक आता नहीं है। जो बनाते हैं पार्लियामेंट इसी से बनाते हैं, कश्मीर को फिर बनाते हैं, अच्छा इससे जीतते हैं। अच्छा, बाकी कुछ भी नहीं है। बड़ा डिस्कशन है, अभी मजा नहीं। नहीं, इतने पास में ये एप्पल से भी देख सकता है, मैं सोचा भी नहीं था। अगर आप जाओगे ना यहाँ किसी के कहोगे मुझे हाँ। साथ जहाँ भी जाना है ना, हाँ। साथ आएगा आपको, अच्छा रास्ता दिखाएगा। हाँ, मैं एक बंदे को पूछा था, वो मेरे साथ ही आया था। सबसे आएगा साथ। अच्छा आप देखोगे यहाँ के लोग हाँ,
देखो खुद देखो जाना कहीं पहाड़ों पे जाना, आप जहाँ से राजौरी जा रहे हो हाँ 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 आपको मिलेगा बीच में भी कहीं ना कहीं से बर्फ मिलेगा। पहाड़ों में चढ़ना आपको मिलेगा। अच्छा साइड को जाना था आपको। शोपियन, हाँ वही से जा रहा है मैं। वहाँ बोर्ड वहाँ मौसम। अच्छा ठीक है ठीक है। ഇത് ഇപ്പോൾ അവർ മറ്റേ പള്ളിയുടെ ഇതെന്തോ പിരിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നതാണ്. പിന്നെ ഞാൻ നമ്മളെ എല്ലാ മതത്തിനും വിശ്വസിക്കണം, നമ്മളെല്ലാ മതത്തിനും റെസ്പെക്റ്റ് ചെയ്യണം. അതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്, അങ്ങനെ ഞാൻ ചെയ്യുള്ളൂ. അത് എല്ലാവരുടെ അടുത്തും എനിക്ക് അതേ പറയാവുള്ളൂ. നമ്മളത് അങ്ങനെയാണ് എപ്പോഴും നമ്മളെ കീപ്പ് ചെയ്യുക. നമ്മൾ ഇന്ന മതത്തിന് മാത്രമേ നമ്മൾ ഇത് ചെയ്യുള്ളൂ അങ്ങനെയൊന്നും വിചാരിക്കരുത്. എല്ലാ മതവും ഒന്നാണ്, എല്ലാ ദൈവവും ഒന്നാണ്, അങ്ങനെ വിശ്വസിക്കുക, എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുക. ഇപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് ആപ്പിളിൻ്റെ ഇത് ഇവിടെ ഉണ്ട്, നിങ്ങൾ വേണമെങ്കിൽ മേളിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മറ്റേ നമ്മുടെ ബദാമിൻ്റെയൊക്കെ കാണാം എന്നാണ് പറഞ്ഞത്. ഇത് ഫുള്ള് പള്ളിയുടെ പിരിവായിട്ട് നിൽക്കുന്നത്. ഞാനിപ്പോൾ അവരുടെ ഒരു ചെറിയൊരു രീതിയിലുള്ള നമ്മളിലുള്ള ഇല്ലാത്തതെന്നൊരു സംഭാവന ഞാൻ കൊടുത്തു. അവർ വേണ്ടാന്ന് പറഞ്ഞതാണ്. പിന്നെ എന്നാലും പുള്ളി ഒരു വെള്ളമൊക്കെ തന്ന്, നാരങ്ങ വെള്ളമൊക്കെ തന്ന്, പിന്നെ അവർ മാന്യമായിട്ട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയൊക്കെ ചെയ്തു.